അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നിലമ്പൂർ ഇലക്ഷന് അങ്ങനെ STPക്കും സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. ആദ്യം UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആര്യാടൻ ഷൗക്കത്താണ് UDFന്റെ സ്ഥാനാർത്ഥി. PV അൻവറിന് ഷൗക്കത്തിന് ആവുന്നതിൽ ഒട്ടും താല്പര്യം ഇല്ലെങ്കിൽ പോലും UDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് വളരെയധികം മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് മേഖല അവർക്ക് താണ്ടാൻ കഴിഞ്ഞു. ഇന്നാണ് STPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടിയെ പ്രഖ്യാപിക്കുന്നത്. ഇരു മുന്നണികളെയും കൃത്യമായി വിലയിരുത്തി അവര് അസംതൃപ്തരാണ്. ആ നിലമ്പൂരിലെ വോട്ടർമാരുടെ അസംതൃപ്തിയാണ് STPI തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രത്യേകമായി തീരുമാനമെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, ഇത് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സെമി ആയതുകൊണ്ട് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അളക്കാനും അവരെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് STPI ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിശ്ചയിച്ചു വരും. സ്ഥാനാർത്ഥി STPIയുടെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനും പ്രമുഖ അഭിഭാഷകനും മലപ്പുറത്തെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലെ ഏറ്റവും സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടിയാണ് STPIയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. ഉച്ചയ്ക്ക് 11:30 സംസ്ഥാന അധ്യക്ഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടാണ് പ്രഖ്യാപനം നടത്തിയത്. STPIയെ സംബന്ധിച്ച് STPIക്ക് 5000-ഓളം വോട്ടുകൾ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ 2000 വോട്ടുകൾക്ക് മാത്രമാണ് PV അൻവർ ജയിച്ചത്. അപ്പോൾ 5000 വോട്ട് എന്ന് പറയുന്നത് അവിടുത്തെ വിജയത്തെയും പരാജയത്തെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വോട്ടാണ്. അത് STPIക്ക് നിലവിൽ അവിടെ ഉണ്ട്. STPI ഈ കാലയളവിൽ ഒരുപാട് വളർന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അവരുടെ മെമ്പർമാരുടെ എണ്ണം ഇരട്ടിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ നിലമ്പൂരിൽ നിലവിൽ STPIക്ക് ഉണ്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടി എന്ന് പറയുന്ന അദ്ദേഹം ഈ തവളപ്പാറ ദുരന്ത സമയത്ത് അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയും അതിന്റെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ്. അതുപോലെ തന്നെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം STPI നിലമ്പൂരിൽ ഒരു വലിയ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ജാഥ ക്യാപ്റ്റനും STPIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ സാദിഖായിരുന്നു. അപ്പൊ ആ ഒരു തലത്തിൽ STPI ഇലക്ഷൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് തന്നെ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടിയായിട്ട് ഒരു റൗണ്ട് പര്യടനം കഴിഞ്ഞിരിക്കുകയാണ്. STPIയെ സംബന്ധിച്ച് ആദ്യഘട്ട പര്യടനമായിട്ട് അവർക്ക് ആ മലയോര ജാഥയെ വേണമെന്ന് കാണാം. കാരണം വന്യജീവികളുടെ പ്രശ്നങ്ങൾ, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ മലയോര മേഖലയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. മലയോര കർഷകരെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് STPIയുടെ ഒരു വലിയ ജാഥ ഇതിനോടകം തന്നെ അവർ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടിയുമായിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ STPIയുടെ ഇലക്ഷന്റെ 1ാം ഘട്ടം ഓൾറെഡി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തും ഓൾറെഡി ഇലക്ഷൻ പ്രചാരണമൊക്കെ നേരത്തെ ആരംഭിച്ചു. പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും സ്ട്രൈറ്റ് ആയിട്ട് നിലമ്പൂരിന്റെ ഇലക്ഷൻ ഭൂമികയിലുണ്ട്. ഇനി നമുക്കറിയേണ്ട LDFന്റെ സ്ഥാനാർത്ഥി ആരാണ്, ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ആരാണ്, അതിന് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രഗത്ഭനായ മലപ്പുറം ജില്ലയിലെ അഭിഭാഷകനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ബാർ കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ ആ ഒരു തലത്തിൽ അദ്ദേഹം വിവിധ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രോ വാസുവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നെക്സൽ വാസു എന്നൊക്കെ പറയുന്ന നമ്മുടെ വാസുവായിട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദിവാസികളുടെ ഒരു സമര ഭൂമി അദ്ദേഹം സന്ദർശിക്കുക, അവർക്ക് പിന്തുണ കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയൊക്കെ ചെയ്തതല്ല. അങ്ങനെ ആദിവാസി, ദളിത്, കാർഷിക മേഖലകളിൽ നിരന്തരം മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന അവിടുത്തെ ജനങ്ങൾക്ക് കണ്ടുപരിചയമുള്ള ഒരാളെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അത് STPIയെ സംബന്ധിച്ച് അവർക്ക് ഒരു മുന്നേറ്റത്തിലേക്ക് കാര്യം. കാരണം അവരുടെ 1ാം ഘട്ട പ്രചരണം കഴിഞ്ഞു. ഇനി 2ാം ഘട്ടത്തിലേക്കാണ് അവർ നടക്കുന്നത്. ഇതുവരെ LDFന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും BJP സ്ഥാനാർത്ഥിക്കായിട്ട് ഇപ്പോഴും കോൺഗ്രസിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ നിലവിൽ STPI വേഴ്സസ് കോൺഗ്രസ് മത്സരത്തിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. അത് വലിയൊരു മുന്നേറ്റം STPIക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിക്കും. കാരണം STPI പിടിക്കുന്ന അവരുടെ നിലവിലെ വോട്ടുകൾ, നിലവിൽ അവർക്ക് ലഭ്യമാകത്തുള്ള 5000-ഓളം രാഷ്ട്രീയ വോട്ടുകൾ, അത് STPI പറഞ്ഞാൽ
നമ്മുടെ നികേഷ് കുമാറിന്റെ ഭാഷയിൽ പറഞ്ഞ മിലിറ്റേറിയൻ വോട്ടുകൾ കൃത്യമായിട്ട് അവരുടെ പെട്ടിയിൽ വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനപ്പുറം അവർ പിടിക്കുന്ന മറ്റു വോട്ടുകൾ വലതും തന്നെ ഇടത് വലതു മുന്നണികളുടെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ വികാരമായി തന്നെ വോട്ടുകൾ മാറാൻ സാധ്യതയുണ്ട്. ഇടത് വലത് ഇവിടെ നിലമ്പൂരിനെതിരെ കാണിക്കുന്നത്. ഇപ്പൊ അൻവർ ഏതാണ്ട് 7 വർഷത്തോളമായിട്ട് അവിടെ MLA ആയിരുന്നു. അൻവർ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അൻവർ എന്തുകൊണ്ട് ഇടതുപക്ഷമായിട്ട് ഇവിടെ അൻവർ ഇറങ്ങിയതിന് ശേഷം അൻവർ പറഞ്ഞ പോലീസിന്റെ കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് SDPI ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തും രാജ്യത്തും ആകമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അൻവർ പറഞ്ഞത്. ആ ഒരു വർഷം അതുപോലെ തന്നെ അൻവർ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരാതിരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇടതുപക്ഷം എന്തൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകാതിരുന്നിട്ടുള്ളത്. ഇത്രയും നാൾ പ്രതിപക്ഷത്തിരുന്നിട്ടും വർഷങ്ങളായിട്ട് നിലമ്പൂര് MLA ആയിട്ട് പോലും കോൺഗ്രസ് എന്തുകൊണ്ടൊന്നും കാണിക്കാതിരുന്നു. ഇതൊക്കെ തുറന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ SDPI രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു മുന്നേറ്റത്തിലേക്ക് SDPI കുതിക്കുകയാണ്. എന്തായാലും ഇടത് വലത് മുന്നണികൾക്ക് വലിയൊരു വെല്ലുവിളിയായി തന്നെ SDPIയുടെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം നിലവിൽ കാണേണ്ടി വരും. കാരണം പാലക്കാട് അവർ UDFന് നിർവാചമായിട്ട് പിന്തുണ കൊടുക്കുന്നു. പലപ്പോഴും ഇത് നിലമ്പൂർ UDFന് ആവുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിൽ ആ UDFന്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചുകൊണ്ട് തന്നെ എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് SDPIയുടെ ഈ സ്ഥാനാർത്ഥിത്വം എന്നാണ് മനസ്സിലാക്കുന്നത്.